നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരള നിയമസഭ പാസാക്കിയ സഹകരണ സംഘം സമഗ്ര ഭേദഗതി ബില്ലിന്റെ ചട്ടം രൂപീകരിക്കൽ അന്തിമഘട്ടത്തിലേക്ക്. ജൂലൈ അവസാനത്തോടെ നിയമം പ്രാബല്യത്തിൽ വരുത്താനുള്ള നടപടി സഹകരണ വകുപ്പ് പൂർത്തിയാക്കുകയാണ്. ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു. 8-ന് സഹകാരികളുമായി ചർച്ച നടത്തും. തുടർന്ന് പൊതുജനാഭിപ്രായം സ്വീകരിക്കും. ജൂലൈ അവസാനത്തോടെ ചട്ടം വിജ്ഞാപനം ചെയ്യാനാണ് നീക്കം. 1969 കേരള സഹകരണ നിയമത്തിൽ 56 വ്യവസ്ഥകൾ ഭേദഗതിയായും കൂട്ടിച്ചേർക്കലായും അവതരിപ്പിച്ച ബില്ല് നിയമസഭ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ ഒപ്പിടാതെ പിടിച്ചുവച്ചതിനാൽ ചട്ടം രൂപീകരിക്കുന്നത് വൈകി. വായ്പാ സംഘങ്ങളിൽ ഭരണസമിതി അംഗങ്ങൾക്ക് 3 ടേം വ്യവസ്ഥ, പ്രാഥമിക വായ്പാ സംഘങ്ങൾ, മറ്റു വായ്പാ സംഘങ്ങൾ, പ്രാഥമിക സംഘങ്ങൾ എന്നിവയുടെ നിർവചനങ്ങളിൽ കാലോചിത മാറ്റങ്ങൾ, യുവാക്കൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർമാർ തുടങ്ങിയവർക്കായി സാമൂഹ്യ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള വ്യവസ്ഥ തുടങ്ങിയവ നിയമഭേദഗതിയിലുണ്ട്. യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്താനായി 40 വയസ്സിൽ താഴെയുള്ള ഒരു വനിതയ്ക്കും മറ്റൊരു വ്യക്തിക്കും ഭരണസമിതികളിൽ സംവരണവും ഉറപ്പാക്കും. പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയുടെ 1-ാം വാർഷികത്തിന്റെ ഭാഗമായി 21 ശാഖയിലും പുതിയ നിക്ഷേപ പദ്ധതികൾക്കും കറന്റ് സേവിങ്സ് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനും തുടക്കമായി. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ ബ്രാഞ്ചുകളിൽ അക്കൗണ്ടുകൾ തുടങ്ങി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിവസം 400-ലധികം പേർ അക്കൗണ്ട് തുറന്നു. ഇടപ്പള്ളിയിൽ ഏലൂർ നഗരസഭാ ചെയർമാൻ AD സുജിൽ, സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ, എരൂരിലും അഭിജിത്ത് അശോകൻ, അരുൺ വിശ്വം എന്നിവർ കാഞ്ഞിരമുറ്റത്തും, നടി അഞ്ജന അപ്പുക്കുട്ടൻ ആരക്കുന്നത്തും, സംവിധായകൻ സോഹൻ സീനുലാൽ വടുതലയിലും, ഡോക്ടർ സാജു രാജു പെരുമാനൂരിലും, മിസ്റ്റർ കേരള KP ശിവകുമാർ ചോറ്റാനിക്കരയിലും, മിമിക്രി താരം ഉണ്ണിയസ് നായർ കരിമുകളിലും, വയലിൻ ആർട്ടിസ്റ്റ് ശബരീഷ് പ്രഭാകർ തൃപ്പൂണിത്തുറയിലും, അസിസ്റ്റന്റ് രജിസ്ട്രാർ K ശ്രീരേഖ വൈറ്റിലയിലും, മിമിക്രി താരം രാജാ സാഹിബ് പാലാരിവട്ടത്തും, ഡോക്ടർ സുധീർ ബാബു നെട്ടൂരിലും, കായികതാരം ഋതിക അശോക് തിരുവാങ്കുളത്തും, സംവിധായകൻ ജിബു ജേക്കബ് ഞാറയ്ക്കലും, ഫുട്ബോൾ താരം CV സീന കടവന്ത്രയിലും, സിനിമാ താരം സുധീർ സുകുമാരൻ കത്തർക്കടവിലും, സീരിയൽ താരം സലീം ഹസൻ എറണാകുളത്തും, ബിനുരാജ് കലാപീഠം മുളന്തുരുത്തിയിലും, ജസ്റ്റിസ് PS ഗോപിനാഥൻ ഇളമക്കരയിലും, ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ തൃക്കാക്കരയിലും, നടൻ ജയകൃഷ്ണൻ പുത്തൻകുരിശിലും ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ചെയർമാൻ TC ഷിബു, വൈസ് ചെയർമാൻ സോജൻ ആന്റണി, K ജയപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1250, തിരുനെല്ലൂർ PO ചേർത്തല. ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്. ഹെഡ് ഓഫീസ് കൂടാതെ 3 ശാഖകൾ. പ്രഭാത സായാഹ്ന ശാഖ നമ്പർ 9188952426. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ 10 വരെ, വൈകിട്ട് 4 മുതൽ 8 വരെ. ഒറ്റപ്പുന്ന ശാഖ നമ്പർ 9188952427. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ രാത്രി 8 വരെ. NSS കോളേജ് കവല ശാഖ നമ്പർ 9188952430. പ്രവർത്തന സമയം രാവിലെ 10 മുതൽ 5 വരെ. ഞായറാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം, സർക്കാർ ഗ്യാരണ്ടി. ജനപ്രിയ സ്വർണ്ണപ്പണയ വായ്പകൾ. ഒരംഗത്തിന് 10 ലക്ഷം രൂപ വരെ വായ്പ. പലിശ നിരക്ക് 8.9%. സ്വർണ്ണവിലയുടെ 75% വരെ വായ്പാ സൗകര്യം. ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം. സീനിയർ സിറ്റിസൺസിന് 0.5% അധിക പലിശ. പ്രഭാത സായാഹ്ന ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു. 10 ലക്ഷം വരെ ചെലവിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ. 50% വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ. SHG കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 9ഓളം വായ്പാ പദ്ധതികൾ. 4% മുതൽ 7% വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ. ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം. ഫോൺ 9188959460. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ. നീതി മെഡിക്കൽ സ്റ്റോർ. ഫോൺ 9188952429. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ രാത്രി 8 വരെ. മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, ആലപ്പുഴയുടെ ജനകീയ ബാങ്ക്. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നായരമ്പലം സർവീസ് സഹകരണ ബാങ്ക് വില്ലേജിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കുട നൽകി. BVHSൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് KB ജോഷി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ സൈമൺ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ NK ബിന്ദു, ഭരണസമിതി അംഗങ്ങളായ PK രാജീവ്, KJ ഫ്രാൻസിസ്, PP അപ്പുക്കുട്ടൻ, ജെയ്മി സേവ്യർ, പ്രിൻസിപ്പൽ മിനി, പ്രധാനാധ്യാപിക ശ്രീഭദ്ര, മാനേജർ പ്രസന്നകുമാർ, സെക്രട്ടറി ഉഷാകുമാരി, ബാങ്ക് ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
പ്രാഥമിക സംഘങ്ങളിലെ ക്ലാർക്ക് നിയമനങ്ങളിൽ ചട്ടലംഘനം നടന്നെന്ന പരാതികളിൽ വിജിലൻസ് നിർദ്ദേശപ്രകാരം വിവരശേഖരണം. സംഘങ്ങളിൽ ഒഴിവുവരുന്ന ക്ലാർക്ക് തസ്തികകളിൽ സബ് സ്റ്റാഫ് തസ്തികയിലുള്ളവരിൽ നിന്നും സഹകരണ ബോർഡിന്റെ പട്ടികയിലുള്ളവരിൽ നിന്നും നിയമനം നടത്തണം. ഇതിനായി 1:4 എന്ന അനുപാതം നൽകിയെങ്കിലും ലംഘിക്കപ്പെടുന്നതായാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ഓരോ സംഘത്തിലും 2017 നവംബർ 25 മുതൽ നടത്തിയ നിയമനങ്ങളുടെ വിവരമാണ് നൽകേണ്ടത്. സംഘത്തിൽ ഒരു ക്ലറിക്കൽ തസ്തികയിലേക്ക് സബ് സ്റ്റാഫിന് സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചാൽ പിന്നെ വരുന്ന 3 ക്ലറിക്കൽ തസ്തികകൾ ബോർഡിന്റെ പട്ടികയിൽ നിന്നും നിയമിക്കണമെന്നാണ് നിയമം. 2013 155 എന്ന സഹകരണ നിയമ ഭേദഗതി കൊണ്ടുവന്നാണ് ഇത് നടപ്പാക്കിയത്. എന്നാൽ യോഗ്യതയുള്ള സബ് സ്റ്റാഫുകൾക്ക് സ്ഥാനക്കയറ്റത്തിന് ദീർഘകാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ജീവനക്കാരുടെ സംഘടനകൾ ഭേദഗതിയെ എതിർത്തു. CITU യൂണിയൻ ഇടതു സർക്കാർ വന്ന ശേഷം ഭേദഗതി മാറ്റം ആവശ്യപ്പെട്ടെങ്കിലും വകുപ്പ് അംഗീകരിച്ചില്ല. ഇതിനിടെയാണ് ബോർഡിന്റെ പട്ടിക തഴഞ്ഞ സബ് സ്റ്റാഫിന് സ്ഥാനക്കയറ്റം കൊടുക്കുന്നതായി ഉദ്യോഗാർത്ഥികൾ വിജിലൻസിന് പരാതി നൽകിയത്. സംഘം പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലും ചെറിയ പ്രദേശത്തുമായതിനാൽ ഒഴിവ് നികത്തുന്നതിൽ സബ് സ്റ്റാഫിനും അതത് പ്രദേശത്തെ ഉദ്യോഗാർത്ഥികൾക്കും മുൻഗണന വേണമെന്ന് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ പറഞ്ഞു. എന്നാൽ പട്ടിക മാറ്റാൻ അനുവദിക്കില്ലെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ നിലപാട്. കർഷക താൽപര്യം മുൻനിർത്തി NPK കോംപ്ലക്സ് വളങ്ങളുടെയും മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യത്തിന്റെയും ഇറക്കുമതി ഇരട്ടിയാക്കാനുള്ള നീക്കവുമായി പൊതുമേഖലാ രാസവള നിർമ്മാതാക്കളായ ഫാക്ട്. കഴിഞ്ഞ വർഷം 1 ലക്ഷം ടൺ രാസവളമാണ് ഇറക്കുമതി ചെയ്തത്. ഈ വർഷം ലക്ഷ്യമിടുന്നത് 2 ലക്ഷം ടൺ ഫാക്ട് ഉൽപ്പാദിപ്പിക്കാത്ത വളങ്ങളാണ് ഇറക്കുമതി ചെയ്യുന്നത്. വിവിധ ഇനം വളങ്ങൾ ഒരിടത്തു നിന്ന് തന്നെ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 10.7 ലക്ഷം ടൺ രാസവളം ഉൽപ്പാദിപ്പിച്ച ഫാക്ട് നടപ്പ് സാമ്പത്തിക വർഷം ഉൽപ്പാദനവും വർദ്ധിപ്പിക്കും. 10.9 ലക്ഷം ടൺ വരുമാന വർധന കൂടി ലക്ഷ്യമിട്ടാണ് ഉൽപ്പാദനവും ഇറക്കുമതിയും ഉയർത്താനുള്ള നീക്കം. മുൻ വർഷങ്ങളിലെ സാമ്പത്തിക ബാധ്യതകൾ ഈ വർഷം തിരിച്ചടക്കേണ്ടി വന്നതും സബ്സിഡി ഇളവ് കേന്ദ്ര സർക്കാർ പുനഃക്രമീകരിച്ചതും മൂലം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫാക്ടിന്റെ വരുമാനത്തിലും ലാഭത്തിലും ഇടിവുണ്ടായിരുന്നു. രാസവള ഉൽപ്പാദനം 15 ലക്ഷം ടണ്ണായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമ്പലമേട് കൊച്ചിൻ ഡിവിഷനിൽ സജ്ജമാക്കുന്ന പുതിയ NP പ്ലാന്റിന്റെ അടുത്ത വർഷം ഉൽപ്പാദനം ആരംഭിക്കും. പുതിയ അമോണിയ ടാങ്ക് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി ജൂലൈയിൽ കമ്മീഷൻ ചെയ്യും.